ലഹരി ഉപയോഗത്തിനെതിരെ സംസ്ഥാനം യുദ്ധം ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ പിന്തുണ വേണമെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര ഉത്തരവ് പിൻവലിക്കുകയോ ഭേദഗതിപ്പെടുത്തുകയോ ചെയ്യണമെന്ന് LDF ജില്ലാ കമ്മിറ്റി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ തന്റെ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് LDF. ചാലക്കുടി മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടുന്നതിന് സംയുക്ത പരിശോധനയ്ക്ക് ഒരുങ്ങി വനം വകുപ്പ്. വെള്ളിയാഴ്ച ചാലക്കുടി പുഴയുടെ തീരം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. പൂരലഹരിയിൽ ആറാട്ടുപുഴ. ദേവസംഗമത്തിൽ 24 ദേവീദേവന്മാർ പങ്കെടുക്കും. തൊട്ടിപ്പാൽ പൂരത്തിന് കതിന നിറയ്ക്കുന്നതിനിടെ തീ പടർന്ന് 3 പേർക്ക് പൊള്ളലേറ്റു. ആന എത്താത്തതിനെ തുടർന്ന് ചൂരക്കോട് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തുടങ്ങാൻ വൈകി. കരുവന്നൂർ കള്ളപ്പണമിടപാട് കേസിൽ ED ചോദ്യം ചെയ്തത് 1 മണിക്കൂർ മാത്രമെന്ന് K രാധാകൃഷ്ണൻ MP. CPM ജില്ലാ കമ്മിറ്റിക്ക് കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് EDക്ക് ബോധ്യപ്പെട്ടതായും MP. വടനപ്പള്ളി ഉപ്പ് പടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ലഹരി ഉപയോഗത്തിനെതിരെ സംസ്ഥാനം യുദ്ധം ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി ഉപയോഗത്തിനെതിരെ നാട് പോരാടുകയാണ്. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ പിന്തുണ വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് ഊർജിതമായി തുടരുകയാണ്. 16-ന് മതമേലധ്യക്ഷന്മാരുടെയും 17-ന് സർവകക്ഷി യോഗവും ചേരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സിന്തറ്റിക് ലഹരി ഉപയോഗം കൂടുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. ലഹരിക്കെതിരെ യുദ്ധം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദഗ്ധ സമിതിയുടെ സഹായത്തോടെ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര ഉത്തരവ് പിൻവലിക്കുകയോ ഭേദഗതിപ്പെടുത്തുകയോ ചെയ്യണമെന്ന് LDF ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ തന്റെ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. ദില്ലിയിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച യോഗം എന്തുകൊണ്ടാണ് നടക്കാതെ പോയതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കണം. ഈ മാസം 9-ന് ദേവസ്വം ഭാരവാഹികളെ പങ്കെടുപ്പിച്ച് നടത്തുമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം. പൂരം നടത്തിപ്പ് സുഗമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി ആലോചന യോഗങ്ങൾ ചേരുകയും ക്രമീകരണങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വ്യവസായ വാണിജ്യ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ച ഉത്തരവ് വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇക്കാര്യത്തിലെ ആശങ്ക ദൂരീകരിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന് LDF ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. LDF കൺവീനർ KV അബ്ദുൽ ഖാദർ, MM വർഗീസ്, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടുന്നതിന് സംയുക്ത പരിശോധനയ്ക്ക് ഒരുങ്ങി വനം വകുപ്പ്. പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെ വെള്ളിയാഴ്ചയാണ് ചാലക്കുടി പുഴയുടെ തീരം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുക. സർവ്വസന്നാഹങ്ങളുമായിട്ടായിരിക്കും തെരച്ചിൽ. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും 6 കിലോമീറ്റർ ദൂരം നീളുന്ന ദൌത്യം രാവിലെ തുടക്കമാകും. വാഴച്ചാൽ DFOയുടെ പരിധിയിൽപ്പെടുന്ന ഇടതുകരയിൽ 5-ഉം ചാലക്കുടി നഗരസഭയും പരിസര പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന വലതുകരയിൽ 6 ഗ്രൂപ്പുകൾ തെരച്ചിലിൽ പങ്കാളികളാകും. RRT വിഭാഗമടക്കം 6 പേർ വീതം ഓരോ ഗ്രൂപ്പിലും ഉണ്ടാകും. ഇതിനൊപ്പം ഡിങ്കി ബോട്ടിൽ പുഴയിലൂടെയും സഞ്ചരിച്ച് നിരീക്ഷണം നടത്തുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. ആനച്ചന്തവും പൂരപ്പെരുമയും മേളപ്പെരുക്കവുമായി ആറാട്ടുപുഴ ഉത്സവ ലഹരിയിൽ. ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവീദേവന്മാർ. 33 കോടി ദേവഗണങ്ങൾ എത്തുമെന്ന് വിശ്വസിക്കുന്ന ദേവസംഗമത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും. രാവിലെ നടന്ന തൊട്ടിപ്പാൽ പകൽപൂരം ആവേശമായി മാറി. തൊട്ടിപ്പാൽ പൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് തിരിച്ചെത്തിയതോടെ നിത്യപൂജകൾക്ക് ശേഷം 15 ആനകളുടെ അകമ്പടിയോടെ പടിഞ്ഞാറേ നടയിൽ ശാസ്താവിന്റെ പൂരം ആരംഭിച്ചു. പാമ്പാടി രാജൻ തിടമ്പേറ്റി 250-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. പഞ്ചാരിമേളം കുട്ടിക്കലാശിച്ചാൽ തൃപ്രയാർത്തേവർ കൈതവളപ്പിലെത്തിയിട്ടുണ്ടോ എന്ന് ആരായുന്ന ചടങ്ങിനായി 7 ആനകളുടെ അകമ്പടിയോടെ 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് നിൽക്കും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാനേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങും. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ വിവിധ പൂരങ്ങൾ നടക്കും. രാത്രി 11 മണിയോടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തൊട്ടിപ്പാൽ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. ഈ സമയം തന്നെ നെട്ടിശ്ശേരി ശാസ്താവ് 5 ആനകളുടെ അകമ്പടിയോടും പാണ്ടിമേളത്തോടും കൂടി എഴുന്നള്ളും. 12ഓടെ എടക്കുന്നി ഭഗവതിയുടെ പൂരം ആരംഭിക്കും. 1ഓടെ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ പൂരങ്ങൾ 6 ആനകളും പഞ്ചാരി
പഞ്ചാരിമേളവുമായി എത്തും. ഈ സമയം തന്നെ പൂനിലാർക്കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കൽ ഭഗവതിമാർ 5 ആനകളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളും. തുടർന്ന് തൃപ്രയാർ തേവരുടെ പൂരം കൈതവളപ്പിലെത്തും. വലിശ്ശേരി സെന്റർ മുതൽ പൂരപ്പാടം വരെ 5 ആനകളും അവിടെ നിന്ന് കൈതവളപ്പ് വരെ 11 ആനകളും അകമ്പടിയാകും. ആദ്യം പഞ്ചവാദ്യവും തുടർന്ന് 21 ആനകൾ അണിനിരക്കുന്ന പാണ്ടിമേളവും നടക്കും. പാണ്ടിമേളം അവസാനിക്കുന്നതോടെ തേവരുടെ ഇടതുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയുമായി 70ഓളം ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കൂട്ടിയെഴുന്നള്ളിപ്പ് അവസാനിച്ച് മന്ദാരംകടവിലെ ആറാട്ടിന് ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ആറാട്ടുപുഴ പൂരത്തിന് സമാപനമാകും. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളികളായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽപൂരം ആഘോഷിച്ചു. പാണികുട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. എഴുന്നള്ളിപ്പിൽ 3 ആനകൾ അണിനിരുന്നു. പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവതി കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞു നിന്ന ശേഷം പഞ്ചവാദ്യം ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രനടയിൽ 7 ആനകളോടുകൂടി പന്തലിലെത്തിയ ശേഷം പഞ്ചവാദ്യം അവസാനിച്ചു. പാണ്ടിക്കുട്ടി കിഴക്ക് ആൽത്തറയ്ക്കൽ ക്ഷേത്രത്തിന് അഭിമുഖമായി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ 120-ൽ പരം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ നടപ്പന്തലിൽ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ചെമ്പടകുട്ടി മതിൽക്കകത്ത് പ്രവേശിച്ച് ദേവി അകത്തേക്ക് എഴുന്നള്ളിയതോടെ പകൽപൂരം അവസാനിച്ചു. വൈകിട്ട് പറയെടുപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഭഗവതി ആറാട്ടുപുഴ ദേവസംഗമത്തിന് പുറപ്പെട്ടു. തൊട്ടിപ്പാൾ പൂരത്തിന് കതിര നിറയ്ക്കുന്നതിനിടെ തീ പടർന്ന് 3 പേർക്ക് പൊള്ളലേറ്റു. തലോർ സ്വദേശികളായ കൊല്ലേരി വീട്ടിൽ കണ്ണൻ, വാരിയത്ത് പറമ്പിൽ മോഹനൻ, കൊല്ലേരി നന്ദനൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. കണ്ണനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ മുഖ്യ പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പകൽപൂരം നടക്കുന്നതിനിടയിലാണ് തീ പടർന്നത്. പൂരത്തിന്റെ സമാപന സമയത്ത് പൊട്ടിക്കാനായി കതിരകൾ കൂട്ടത്തോടെ നിറച്ചുവെച്ചിരിക്കുന്നതിനിടയിലാണ് തീ പടർന്നത്. കണ്ണനാണ് കതിര നിറയ്ക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നത്. തീ പടർന്നതിന്റെ കാരണം വ്യക്തമല്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടകര പൂനിലാർക്കാവ് ഭഗവതിയുടെ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച സന്ധ്യയ്ക്കാണ് പൂനിലാർക്കാവ് ഭഗവതി സോദരിയായ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതിയും ഒന്നിച്ച് ആറാട്ടുപുഴ പൂരത്തിന് പുറപ്പെട്ടത്. ചാലക്കുടിയിൽ പൂനിലാർക്കാവിലെത്തിയ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതിയെ പൂനിലാർക്കാവിൽ നിറവറയോടെ സ്വീകരിച്ചതിനു ശേഷം ഇറക്കി എഴുന്നള്ളിച്ചു. വൈകിട്ട് 2 ഭഗവതിമാരെയും തിമിലപ്പാണികുട്ടി എഴുന്നള്ളിക്കുകയായിരുന്നു. ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടെ ചുറ്റമ്പലത്തിന് പുറത്തു കടന്ന ഭഗവതിമാർ ക്ഷേത്രം പ്രദക്ഷിണം നടത്തി. ശംഖുവിളിയുടെ ആരവത്തോടെ ഗോപുരത്തിന് പുറത്തു കടന്ന് പാണ്ഡിമേളത്തിന് ശേഷമായിരുന്നു പൂരം പുറപ്പാട്. തിരുവമ്പാടി അർജുൻ, വടകുറുമ്പക്കാവ് ദുർഗാദാസൻ എന്നീ ആനകൾ യഥാക്രമം പൂനിലാർക്കാവ് പിഷാരിക്കൽ ഭഗവതിമാരുടെ തിടമ്പേറ്റി. തൃപ്രയാർ തേവർ മുരിയാംകുളം ശാസ്താക്ഷേത്രത്തിലെത്തി മത്സ്യബന്ധനാനുമതി നൽകുന്ന ചടങ്ങ് ഭക്തിസാന്ദ്രമായി. വടക്കുമുറി കുട്ടംകുളത്തിൽ ആറാട്ടും ശാസ്താക്ഷേത്രത്തിൽ ഇറക്കിപ്പൂജയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളി തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ടും നടന്നു. തരടനെല്ലൂർ മനയിലെത്തിയ തേവർക്ക് പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ 3 ആനകളുമായി സ്വീകരണം നൽകി. പറയെടുപ്പിന് ശേഷം മനയിൽ ഇറക്കിപ്പൂജ, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ചെമ്പിലാറാട്ടും നടന്നു. ബുധനാഴ്ച പുലർച്ചെ തേവർ തിരിച്ചെഴുന്നള്ളി. തേവരുടെ തിരിച്ചെഴുന്നള്ളിപ്പ് കിഴക്കുമുറി ആവണങ്ങാട്ട് ക്ഷേത്രത്തിലെത്തുമ്പോൾ നടത്താറുള്ള പൂക്കുലമണിയേർ നടന്നു. ചാഴൂർ ക്ഷേത്രത്തിലും അതിനുശേഷം ആവണങ്ങാട്ട് പണിക്കരുടെ പറയെടുപ്പ് നടത്തി. തുടർന്നായിരുന്നു മുരിയാംകുളം ശാസ്താക്ഷേത്രത്തിൽ മത്സ്യബന്ധനാനുമതി നൽകൽ ചടങ്ങ് നടത്തിയത്. തേവരുടെ കോലമേന്തിയ ആന തുമ്പിക്കൈ വെള്ളത്തിലിട്ടും പൊക്കിയുമാണ് അനുമതി നൽകിയത്. ആന എത്താത്തതിനെ തുടർന്ന് ആറാട്ടുപുഴ പൂരത്തിൽ ചൂരക്കോട് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകളോളം വൈകി. 4:30 തുടങ്ങേണ്ട എഴുന്നള്ളിപ്പാണ് വൈകിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ആനയെ നൽകേണ്ടത്. പിന്നീട് രാത്രി 7 മണിയോടെയാണ് ആനയെ എത്തിച്ച് എഴുന്നള്ളിപ്പ് തുടങ്ങിയത്.
കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM ജില്ലാ കമ്മിറ്റിയെ അക്കൌണ്ടില്ലെന്ന് ഇഡിക്ക് ബോധ്യപ്പെട്ടതായി കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി കരുവന്നൂരിൽ ഇടപെട്ടതിനെക്കുറിച്ചും കരുവന്നൂർ ബാങ്കിൽ ജില്ലാ കമ്മിറ്റി അക്കൌണ്ട് തുടങ്ങിയത് എന്തിനാണെന്നും ഇഡി ചോദിച്ചു. എന്നാൽ അക്കൌണ്ടില്ലെന്ന് താൻ പറഞ്ഞതായും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരോട് പരിശോധിക്കാൻ പറഞ്ഞതായും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അക്കൌണ്ട് ഉണ്ടെന്ന് പറഞ്ഞുള്ള മൊഴിയിൽ താൻ ഒപ്പിടില്ലെന്നും പറഞ്ഞിരുന്നു. അക്കൌണ്ടില്ലെന്ന് ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തി. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകിയതായും സ്വത്തുവിവരങ്ങൾ, അക്കൌണ്ട് വിശദാംശങ്ങൾ എന്നിവയെല്ലാം നേരത്തെ കൈമാറിയതായും MP പറഞ്ഞു. സ്വത്തുക്കൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടായില്ല. CPM ജില്ലാ കമ്മിറ്റിക്ക് കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് ഇഡിക്ക് ബോധ്യപ്പെട്ടു. പാർട്ടി തീരുമാനങ്ങൾ ഇഡിയോട് വിശദീകരിച്ചതായും രാധാകൃഷ്ണൻ പറഞ്ഞു. തന്റെ മൊഴിയെടുത്തത് 1 മണിക്കൂർ മാത്രമാണെന്ന് പറഞ്ഞ MP ബാക്കി സമയം ഓഫീസിലിരുന്നതായും വ്യക്തമാക്കി. വടനപ്പള്ളി ഉപ്പ് പടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി 80ഓളം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ കാരണം. 160 മീറ്ററോളം സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തും MLAയും നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. തൃശൂർ MP റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് തരാമെന്ന് പറഞ്ഞുവെങ്കിലും പഞ്ചായത്ത് തടസ്സം നൽകുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരും ദേശീയപാത അധികൃതരും സമരക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഉപരോധ സമരം പിൻവലിച്ചു. ദേശീയപാതയിലേക്കുള്ള പ്രവേശനവും സർവീസ് റോഡും അനുമതിയായിട്ടുണ്ടെന്ന് അധികൃതർ നേരിട്ടെത്തി സമരക്കാരെ അറിയിക്കുകയായിരുന്നു. സർവീസ് റോഡിന്റെ നിർമ്മാണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്നും അറിയിച്ചു. ഒരു 160 മീറ്റർ ഒരു സർവീസ് റോഡ് നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു. മാന്നാമംഗലം സ്വദേശി നെല്ലിക്കമലയിൽ വീട്ടിൽ ബിജുവിന്റെ മകൻ 20 വയസ്സുള്ള എൽദോസാണ് മരിച്ചത്. ബാംഗ്ലൂരിൽ പഠനാവശ്യത്തിനായി ബൈക്കിൽ പോകുമ്പോഴായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മാനേജർ അറസ്റ്റിലായി. മുട്ടിത്തടി സ്വദേശിനി അറക്കൽ വീട്ടിൽ ജീവലതയെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് വിവിധ വ്യക്തികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഊരകം കണ്ഠേശ്വരത്തെ കേൾവിക്കുറവുള്ളയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴുത്താണി സ്വദേശികളായ മേപ്പുറത്ത് വീട്ടിൽ വിഷ്ണുപ്രസാദ്, ആലക്കാട്ട് വീട്ടിൽ ബാസിയോ, വാക്കയിൽ വീട്ടിൽ സീജൻ, വടക്കൂട്ട് വീട്ടിൽ ആദർശ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഊരകം കണ്ഠേശ്വരം സ്വദേശി കുന്നത്തുകാട്ടിൽ വീട്ടിൽ മണിയെ ചൂളകട്ട കൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ സജിബാൽ, ജെയ്സൺ തുടങ്ങിയവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ഭാഗവതത്തിലെ ഹൃദയസ്പർശിയായ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ചുമർ ചിത്രത്തിലൂടെ ചിത്രസാക്ഷാത്കാരം. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M. നളിൻ ബാബുവും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ജയൻ അക്കിക്കാവും ചേർന്നാണ് 10 അടിയോളം നീളവും 8 അടിയോളം ഉയരവും വരുന്ന ഒറ്റ വലിപ്പത്തിലുള്ള ക്യാൻവാസിൽ അക്രലിക് വർണ്ണങ്ങളിൽ ചിത്രം വരച്ചത്. 8ാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് പറയപ്പെടുന്ന ഭാഗവതം കഥയിൽ കരയിലെ ഏറ്റവും വലുപ്പം കൂടിയ ജീവിയായ ആനയും ജലജന്തുക്കളിൽ ശക്തിമാനായ മുതലയും തമ്മിലുള്ള ബലപരീക്ഷണത്തിന്റെ കഥയാണ് ഗജേന്ദ്രമോക്ഷം. ഈ കഥ ചിത്രമായി വരയ്ക്കാൻ 1.5 മാസത്തിലേറെ സമയമെടുത്തു. പ്രധാന ചിത്രത്തിന് ചുറ്റുമായി മുനിശ്രേഷ്ഠന്മാർ, ദേവതാദേവി രൂപങ്ങൾ, യക്ഷകിന്നരന്മാർ, നാരദമുനി, വെണ്ണകൃഷ്ണൻ തുടങ്ങി 40ഓളം രൂപങ്ങളും ചിത്രത്തിന്റെ മുകൾ ഭാഗത്തായി വീരാളിപ്പട്ടും താഴെ വനമാലയും വരച്ചിട്ടുമുണ്ട്. ഒറ്റ ക്യാൻവാസിൽ ഇത്രയും വലുപ്പത്തിൽ കേരളീയ ചുമർ ചിത്ര ശൈലിയിൽ ഗജേന്ദ്രമോക്ഷം ചിത്രം വരയ്ക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് ചിത്രകാരൻ M. നളിൻ ബാബു പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്ന് പറയുന്ന ഗജേന്ദ്രമോക്ഷം ഏകദേശം 49 ചതുരശ്ര അടി മീറ്ററിലാണ് കൃഷ്ണപുരം കൊട്ടാരത്തിൽ വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 10 അടി നീളത്തിലും 8 അടി ഉയരത്തിലുമാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ആ പാരമ്പര്യ സ്വഭാവത്തിൽ തന്നെ ക്യാൻവാസിൽ തന്നെ ഈ ചിത്രം ഏകദേശം 1.5 മാസത്തെ സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ സമയം കണ്ടെത്തിയത്. ത്രികുടപർവ്വതത്തിന്റെ താഴ്വരയിൽ കുറച്ച് ആനകളുമായി വിരാജിച്ചു നടന്ന ഗജേന്ദ്രൻ ഋതുമത് പൂങ്കാവനത്തിലെ താമരപ്പൊയ്കയിൽ പരിവാര സമേതം ജലക്രീഡ നടത്തുന്നത് ജലജീവികൾക്ക് ഭീഷണിയായി. താമരപ്പൊയ്കയിൽ ഉണ്ടായിരുന്ന ഒരു മുതല ഗജേന്ദ്രൻ ആനയുടെ കാലിൽ കടിച്ചു പിടിച്ചു. വേദന പൂണ്ട ഗജേന്ദ്രൻ തുമ്പിക്കൈ ഉയർത്തി താമര പറിച്ച്
മഹാവിഷ്ണുവിനോട് രക്ഷിക്കാനായി പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണു പ്രാർത്ഥന കേട്ട് ഗരുഡവാഹനത്തിലെത്തി ശ്രീചക്രം എറിഞ്ഞ് മുതലയെ വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആനയായ രാജാവിനും മുതലയായ ഗന്ധർവനും ശാപമോക്ഷം ലഭിക്കുന്നു. ഇതാണ് ചിത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ചതായി പറയപ്പെടുന്ന കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഏറെ കാലപ്പഴക്കം വന്നിട്ടുള്ള ഗജേന്ദ്രമോക്ഷം ചിത്രമുണ്ട്. ബാംഗ്ലൂരിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് കമ്പനിയിൽ സീനിയർ പൈലറ്റായ ആനന്ദ് രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ചിത്രം വരച്ചിട്ടുള്ളത്. TCV പാവറട്ടി. വെങ്ങടങ്ങ് കരുവാമ്പാടത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു, 2 ആടുകൾക്ക് പരിക്കേറ്റു. അപ്പനാത്ത് ബാലകൃഷ്ണൻ, പെൺമാട്ട് ലീല എന്നിവരുടെ പാടത്ത് കെട്ടിയ ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചത്. ആടുകളുടെ കരച്ചിൽ കേട്ട പ്രദേശവാസികൾ ഓടിയെത്തിയെങ്കിലും നാട്ടുകാരെയും നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച് കൈമാറിയ മത്സ്യമാർക്കറ്റ് മാള പഞ്ചായത്ത് അടച്ചുപൂട്ടി. മാർക്കറ്റിൽ കച്ചവടം നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളി റാഫിയെ ഒഴിവാക്കിയാണ് മാള പഞ്ചായത്ത് അധികൃതർ സ്ഥാപനം പൂട്ടി സീൽ ചെയ്തത്. അതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധം അറിയിച്ചുവെങ്കിലും പഞ്ചായത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. മത്സ്യമാർക്കറ്റിനടുത്തുള്ള മറ്റൊരു കച്ചവടക്കാരനെ ഒഴിപ്പിക്കുവാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് 15 ദിവസത്തേക്ക് മാറ്റിവെച്ചു. മത്സ്യക്കച്ചവടം നടത്തുന്നയാളോട് ഒഴിഞ്ഞുകൊടുക്കുവാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് നടപടിക്ക് തടസ്സമില്ലെന്നും മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 36 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കിരീടം വഴിപാടായി ലഭിച്ചു. തമിഴ്നാട് കല്ലാക്കുറിച്ചി സ്വദേശി കുലോത്തുങ്കൻ എന്ന ഭക്തനാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. കൊടിമരത്തിന് സമീപം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കിരീടം ഏറ്റുവാങ്ങി. അഡ്മിനിസ്ട്രേറ്റർ KP വിനിയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർമാരായ K രാമകൃഷ്ണൻ, KK സുഭാഷ്, CR ലജിമോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റഷ്യൻ ആയോധന കലയായ സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലയിലെ വെങ്കടങ്ങ് സ്വദേശിയായ വിദ്യാർത്ഥി പങ്കെടുക്കും. പാടൂർ സ്വദേശി മംഗലത്ത് വീട്ടിൽ ഷുക്കൂറിന്റെയും ഷെഫിദയുടെയും മകനായ ലുക്മാനുൽ ഹക്കീമാണ് സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡിലുമായി നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ലുക്മാനുൽ ഹക്കീം അർഹത നേടിയത്. ഉസ്ബെക്കിസ്ഥാനിൽ ഈ മാസം മുതൽ 20 വരെയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അണ്ടർ 18 കാറ്റഗറിയിൽ മത്സരിക്കുന്ന ലുക്മാനുൽ ഹക്കീം പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ വിഭാഗങ്ങളിലായി കേരളത്തിൽ നിന്നും 3 പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ലുക്മാനുൽ ഹക്കീമിന് മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ളതായി പരിശീലകനായ അൻവർ മരക്കാർ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് മെഡൽ നേടി, കേരളത്തിന് വേണ്ടി മെഡൽ നേടി, അതിനുശേഷം ഇന്ത്യയിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് ലുക്മാനിന് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ട്, മെഡൽ നേട്ടം കൈവരിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതങ്ങനെ തന്നെ ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ലുക്മാൻ എല്ലാവിധ ആശംസകളും തൃശൂർ ജില്ലാ സാംബോ അസോസിയേഷന്റെ പേരിൽ നൽകുകയാണ്. സാംബെ സംസ്ഥാന അസോസിയേഷൻ ഭാരവാഹിയായ മാസ്റ്റർ അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സംഘം ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നത്. സാംബെ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി RJ അൻവർ മരക്കാരുടെ ശിക്ഷണത്തിൽ വെങ്കിടങ്ങ് സാമറായ് ടൈഗേഴ്സ് മാർഷൽ അക്കാദമിയിലാണ് ലുക്മാനുൽ ഹക്കീം കഴിഞ്ഞ 4 വർഷമായി പരിശീലനം നടത്തുന്നത്. TCV ന്യൂസ് പാവറട്ടി. അയൽവാസിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ അച്ഛനും മകനും കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷാവിധി വ്യാഴാഴ്ച. മണലൂർ സ്വദേശികളെ തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് TK മിനിമോൾ കുറ്റക്കാരെന്ന് കണ്ടത്. 2024 ഏപ്രിൽ 1-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രതികളുടെ വീടിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുകയായിരുന്ന അയൽവാസികളായ റബീഷിനെയും ശോഭിത്തിനെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. റബീഷ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ശോഭിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്തിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ കോടതിയിൽ തെളിവെടുക്കുന്നതിന് മുൻപ് ശോഭിത് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത് പ്രോസിക്യൂഷന് പ്രതിസന്ധിയായി. സാക്ഷികളുടെ മൊഴിയും ശാസ്ത്രീയ തെളിവും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കി പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയായിരുന്നു. വിഷുവിശേഷങ്ങളുമായി ഇനി കണികാണും നേരം. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന വിഷു ആഘോഷത്തിലെ പ്രധാന ചടങ്ങാണ് കണികാണൽ. കണിയൊരുക്കുന്നതിന് പ്രധാനമായി കണിവെള്ളരി വിളവെടുക്കുന്ന തിരക്കിലാണ് കർഷകർ.
സ്വർണ്ണ നിറമാർന്ന കണിവെള്ളരിക്ക് വിഷുക്കണിയിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷുവിന് മുൻപേ വിളവെടുക്കാനായി ഫെബ്രുവരി മാസം ആദ്യം വെള്ളരി കൃഷി ആരംഭിക്കും. മണ്ണൊരുക്കാം കൂട്ടരേ, മനസ്സൊരുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. 4 നൂറ്റാണ്ട് കാലമായി കണിവെള്ളരി കൃഷി ചെയ്യുന്നയാളാണ് പുല്ലഴി സ്വദേശിയായ ആലാട്ട് ചന്ദ്രൻ. ലാഭം മാത്രം നോക്കിയല്ല ഈ കർഷകൻ വെള്ളരി കൃഷി ചെയ്യുന്നത്. വിഷുവിന് കുറേ പേർക്കെങ്കിലും കണി കാണാൻ നാടൻ വെള്ളരി ലഭ്യമാക്കുക എന്നതാണ് ഈ കർഷകന്റെ ആഗ്രഹം. ജൈവ രീതിയിൽ ചെയ്യണ കാരണം കൊണ്ട് ഏറ്റവും പുല്ലും കാടായിട്ടുള്ള രീതിയാണ്. അത് ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ലിനെ ഇതിൽ വളർത്തുന്നത്. നേരിട്ട് കാണാൻ കൂടുതൽ പൂമ്പാറ്റകളും ചെറിയ പ്രാണികളും നിറച്ചിതിലുണ്ടാവും. പക്ഷേ വെള്ളരിക്ക് യാതൊരു ദോഷം കാണുന്നില്ല. കൂടുതൽ ജൈവ കൃഷി എന്നുള്ള ആകർഷണം എല്ലാവർക്കും തോന്നുന്നതും ഞാൻ ചെയ്യുന്ന രീതിയും 100% ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. ഫെബ്രുവരി ആദ്യവാരം മണ്ണൊരുക്കി വിത്തുപാകും. മുളച്ചു പൊന്തിയ ചെടികൾ ചാണകപ്പൊടിയിട്ട് നനച്ച് പരിപാലിക്കും. 2 മാസമാവുമ്പോഴേക്കും വള്ളിപ്പടർപ്പുകളിൽ ഇലകൾക്കിടയിലായി കണിയൊരുക്കാൻ പാകത്തിൽ സ്വർണ്ണവർണ്ണമായിട്ടുണ്ടാകും വെള്ളരികൾ. വിഷുവിന് 4-5 ദിവസം മുൻപേ കുടുംബത്തോടൊത്ത് വെള്ളരി വിളവെടുക്കും. കുട്ടികളും കൂട്ടുകാരുമൊത്തുള്ള വിളവെടുപ്പ് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണി കാണുന്നതിനുള്ള കണി വെള്ളരിക്കുക. അത് ആവശ്യത്തിന് ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള ചന്ദ്രേട്ടൻ്റെ ആ കഠിന പ്രയത്നം ഇവിടെ സഫലമാവുകയാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവകൃഷിയിലൂടെ ഉണ്ടാകുന്ന ഈ വെള്ളരി ആവശ്യക്കാർക്ക് കൊടുക്കാൻ തികയാറില്ല. എങ്കിലും കുറേ കുടുംബങ്ങളുടെ വിഷുക്കണിയൊരുക്കത്തിൽ ഇടം പിടിക്കുന്നുണ്ടല്ലോ താൻ നട്ടുനനച്ചുണ്ടാക്കിയ വെള്ളരി എന്ന സന്തോഷമാണ് ഈ കർഷക മനസ്സിൽ. തണലു തീർക്കാൻ കുട നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത്, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. മറ്റു വാർത്തകളിലേക്ക്. ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൊട്ടിപ്പാൾ സ്വദേശിയിൽ നിന്ന് 3.5 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി ചിറങ്ങര സ്വദേശി മുളിയമ്പറമ്പൽ വീട്ടിൽ വൈശാഖാണ് അറസ്റ്റിലായത്. തൊട്ടിപ്പാൾ സ്വദേശി തുണ്ടിയിൽ വീട്ടിൽ രാഹുലാണ് തട്ടിപ്പിനിരയായത്. ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി നൽകാമെന്നും 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചാണ് പ്രതി പണം തട്ടിയെടുത്തത്. പല തവണകളായാണ് രാഹുൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തത്. ഇതിനിടെ വിസ അടിക്കുന്നതിനായി പാസ്പോർട്ട് വാങ്ങിച്ചിരുന്നു. 2 മാസത്തിനുള്ളിൽ വിസയും ടിക്കറ്റും വരുമെന്ന് പറഞ്ഞുവെങ്കിലും പാസ്പോർട്ട് മാത്രം അയച്ചു കൊടുക്കുകയായിരുന്നു. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ രാഹുൽ പുതുക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആമ്പല്ലൂരിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് SHO B സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ മാലിന്യ കേന്ദ്രമായി കാവിൽക്കടവ് തോട്. ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള ജലപാതയായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഇപ്പോൾ നഗരത്തിലെ മുഴുവൻ മാലിന്യവും വന്നടിയുന്ന ഇടമായി മാറി. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കാനകളിലൂടെ ഒഴുകി കാവിൽക്കടവ് തോട്ടത്തിലാണ് എത്തിച്ചേരുന്നത്. ശുചിമുറി മാലിന്യം വരെ തോട്ടിൽ വന്നടിയുന്നുണ്ടെന്നാണ് സമീപവാസികളുടെ ആക്ഷേപം. വയസ്സന്മാരും എല്ലാവരും ഇവിടെ കിടന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് അസുഖങ്ങൾ ബാധിക്കും. ഇപ്പം ഇന്നലെ 1 മണിക്കൂർ കൊണ്ടൊന്ന് ചെയ്ത പണിയാണ് അവർ, ഹോട്ടലുകാർ കൊണ്ടൊന്ന് ചെയ്ത പണിയാണിത്. ഞങ്ങൾ മണം കേട്ടാണ് ഓടി എഴുന്നേറ്റത്. ഇന്നലെ രാത്രി 12:30-1 മണി വരെ ഇവിടെ യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല. 1 മണിക്ക് ശേഷം വാതിലടച്ചകത്ത് കിടന്നിട്ട് പോലും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹോട്ടൽ മാലിന്യം എന്തൊക്കെ കൊണ്ട് തട്ടിയിട്ട് ആകെ വൃത്തികെട്ട സ്മെല്ലും പിന്നെ ഞങ്ങളുടെ ഇവിടെ പരിസരത്തും മറ്റുള്ള എല്ലാവർക്കും മൊത്തത്തിലെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം തോട്ടിൽ മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് പ്രദേശം ദുർഗന്ധപൂരിതമാണ്. വയോജനങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ള താമസക്കാരും വ്യാപാരികളും തോട്ടിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം സഹിച്ചാണ് കഴിയുന്നത്. അധികൃതരുടെ നിസ്സംഗതയാണ് കാവിൽക്കടവ് തോടിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. തോടിന്റെ സംരക്ഷണ ഭിത്തി പലയിടത്തും തകർന്ന നിലയിലാണ്. പാർശ്വഭിത്തി അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ തോടിന്റെ സൈഡുകൾ മുഴുവൻ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ബന്ധപ്പെട്ട പലരെ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ട്. എന്നാണാവോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്നുള്ള ഒരു പേടിയുണ്ട്. പിന്നെ ഈ ദുർഗന്ധം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, ഈ മാലിന്യം അതൊന്നുകൂടി ശ്രദ്ധ എല്ലാവരെയും ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കണം. 10 വർഷം മുൻപ് വരെ ആഴ്ചയിൽ 2 തവണ എറണാകുളത്തു നിന്നുമുള്ള ചരക്കുവള്ളം കാവിൽക്കടവിലെത്തിയിരുന്നു. പിന്നീടത് നിലച്ചു. മണൽവാരലിന് നിയന്ത്രണം വന്നതോടെ മണൽവഞ്ചികളും അപ്രത്യക്ഷമായി.
കനോലി കനാലിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരം നഗരത്തിലേക്ക് കയറിക്കിടക്കുന്ന ജലമാർഗമാണ് കാവിൽക്കടവ് തോട്. ആലപ്പുഴയിലെയും ചില വിദേശ രാജ്യങ്ങളിലെയും മാതൃകയിൽ കാവിൽക്കടവ് തോടിനെ സൗന്ദര്യവൽക്കരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സാമൂഹ്യ പ്രവർത്തകനായ കല്യാൺ റാം കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിനിടെ തോട്ടിലെ മലിനജലം സംസ്കരിക്കുന്ന പദ്ധതിക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ രൂപം നൽകിയിട്ടുണ്ട്. ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.25 കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതിയാണ് കൊടുങ്ങല്ലൂരിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാവിൽക്കടവ് തോട്, ശൃംഗപുരം തോട് എന്നിവ ഉൾപ്പെടെയുള്ള 5 ചെറു തോടുകളിൽ ഡ്രെയിനേജ് ട്രീറ്റ്മെന്റ് സിസ്റ്റം എന്ന മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തി ശുദ്ധീകരിച്ച ജലം നദിയിലേക്ക് ഒഴുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മദ്യപിച്ച് പണം ചോദിച്ചതിലുള്ള വിരോധത്താൽ ബാർ തൊഴിലാളിയെ സോഡാ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കേസിൽ പ്രതിയായ കാട്ടൂർ മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ പ്രണവനെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കാട്ടൂരിലുള്ള ബാറിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന എടത്തിരുത്തി വെസ്റ്റ് സ്വദേശിയായ കൊല്ലാറ വീട്ടിൽ മോഹൻലാലിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, SI-മാരായ ബാബു ജോർജ്, തോമസ്, നൌഷാദ് തുടങ്ങിയവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. വിനോദയാത്ര വൈകി കാഴ്ചകൾ നഷ്ടപ്പെട്ടതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാർക്ക് അനുകൂല വിധി. തൃശൂർ പറവട്ടാനിയിലുള്ള പ്രിയദർശിനി നഗറിലെ PR ജേക്കബ്, ഭാര്യ പുഷ്പറാണി എന്നിവർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഫോർച്യൂൺ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തൃശൂരിലെ മാനേജർക്കെതിരെയും എറണാകുളത്തെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും വിധിയായത്. തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാർക്ക് നഷ്ടപരിഹാരമായി 10,000 രൂപ വീതം മൊത്തം 20,000 രൂപയും ചിലവിലേക്ക് 2,500 രൂപയും നൽകുവാൻ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,290 രൂപ, പവന് 66,320 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,192 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ലഹരി ഉപയോഗത്തിനെതിരെ സംസ്ഥാനം യുദ്ധം ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ പിന്തുണ വേണമെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലാകുന്ന കേന്ദ്ര ഉത്തരവ് പിൻവലിക്കുകയോ ഭേദഗതിപ്പെടുത്തുകയോ ചെയ്യണമെന്ന് LDF ജില്ലാ കമ്മിറ്റി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ തന്റെ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് LDF. ചാലക്കുടി മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടുന്നതിന് സംയുക്ത പരിശോധനയ്ക്കൊരുങ്ങി വനം വകുപ്പ്. വെള്ളിയാഴ്ച ചാലക്കുടി പുഴയുടെ തീരം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. പൂരലഹരിയിൽ ആറാട്ടുപുഴ. ദേവസംഗമത്തിൽ 24 ദേവീദേവന്മാർ പങ്കെടുക്കും. തൊട്ടിപ്പാൽ പൂരത്തിന് കതിര് നിറയ്ക്കുന്നതിനിടെ തീ പടർന്ന് 3 പേർക്ക് പൊള്ളലേറ്റു. ആന എത്താത്തതിനെ തുടർന്ന് ചൂരക്കോട് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തുടങ്ങാൻ വൈകി. പെരുവന്നൂർ കള്ളപ്പണമിടപാട് കേസിൽ ED ചോദ്യം ചെയ്തത് 1 മണിക്കൂർ മാത്രമെന്ന് K രാധാകൃഷ്ണൻ MP. CPM ജില്ലാ കമ്മിറ്റിക്ക് കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് EDക്ക് ബോധ്യപ്പെട്ടതായും MP. വടാനപ്പള്ളി ഉപ്പ് പടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.